വിദേശ സംഭാവനാ നിയന്ത്രണ നിയമം അഥവാ FCRA ഇന്ത്യയിലെ സന്നദ്ധ സംഘടനകളുടെയും മതസ്ഥാപനങ്ങളുടെയും പ്രവർത്തനങ്ങളിൽ നിർണായകമായ ഈ നിയമത്തിൽ കേന്ദ്ര സർക്കാർ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നിരിക്കുകയാണ്. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ അമെൻമെൻറ്റ് ബിൽ 2026 എന്ന പേരിലാണ് ഈ ഭേദഗതികൾ നിർദ്ദേശിക്കപ്പെടുന്നത്. ഇന്ത്യയിലെ സർക്കാർ ഇതര സംഘടനകൾക്ക് ലഭിക്കുന്ന വിദേശ ധനസഹായത്തിന്മേൽ സർക്കാരിനുള്ള നിയന്ത്രണം കൂടുതൽ ശക്തമാക്കാനാണ് വിദേശ സംഭാവനാ നിയന്ത്രണ ഭേദഗതി ലക്ഷ്യമിടുന്നതെന്നാണ് സർക്കാർ വാദം. വിദേശത്തുള്ള ഫണ്ടുകൾ എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്നതിൽ കർശനമായ മേൽനോട്ടം ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചാണ് 2026 മാർച്ച് 25 ബില്ല് ലോക്സഭയിൽ അവതരിപ്പിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ് ഈ ബിൽ ഇത്രയേറെ വിവാദമാകുന്നത്? ഇത് കൊണ്ടുവരുന്ന പ്രധാന മാറ്റങ്ങൾ എന്തൊക്കെയാണ്? നമുക്ക് പരിശോധിക്കാം. ഈ ബില്ലിൽ പ്രധാനമായും 4 നിർദ്ദേശങ്ങളാണുള്ളത്. അതിൽ ആദ്യത്തേത് ഡെസിഗ്നേറ്റഡ് അതോറിറ്റിയാണ്. ഒരു സംഘടനയുടെ FCRA ലൈസൻസ് റദ്ദാക്കുകയോ കാലാവധി കഴിഞ്ഞിട്ടും പുതുക്കാതെ ഇരിക്കുകയോ ചെയ്താൽ ആ സംഘടനയുടെ വിദേശ ഫണ്ടും അതുപയോഗിച്ച് നിർമ്മിച്ച സ്വത്തുക്കളും ഏറ്റെടുക്കാൻ സർക്കാരിന് അധികാരം നൽകുന്ന ഒരു ഡെസിഗ്നേറ്റഡ് അതോറിറ്റി രൂപീകരിക്കുമെന്നാണ് ബില്ലിലെ ആദ്യത്തെ വ്യവസ്ഥ. ഇങ്ങനെ ഏറ്റെടുക്കുന്ന കെട്ടിടങ്ങൾ, വാഹനങ്ങൾ, ഉപകരണങ്ങൾ എന്നിവ വിൽക്കാനോ മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിക്കാനോ ഈ അതോറിറ്റിക്ക് അധികാരമുണ്ടാകും. നിയമലംഘനത്തിനുള്ള ശിക്ഷ 5 വർഷത്തിൽ നിന്ന് 1 വർഷമാക്കി കുറച്ചിട്ടുണ്ട്. എന്നാൽ അന്വേഷണം തുടങ്ങുന്നതിന് കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൂർ അനുമതി നിർബന്ധമാക്കിയിട്ടുമുണ്ട്. അതായത് ഉദ്യോഗസ്ഥർക്ക് നേരിട്ട് കേസെടുക്കാൻ കഴിയില്ല. ഒരു സംഘടന സ്വമേധയാ ലൈസൻസ് വേണ്ടെന്ന് വെച്ചാലും അതുവരെ വിദേശ പണം കൊണ്ട് സമ്പാദിച്ച സ്വത്തുക്കൾ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലാകും. സന്നദ്ധ സംഘടനകളും മതന്യൂനപക്ഷ വിഭാഗങ്ങളും ഈ നീക്കത്തെ ശക്തമായി എതിർക്കുന്നുണ്ട്. സർവത്ര ആശങ്ക ഉണ്ടാക്കുന്നതാണ് ബില്ലിലൂടെയുള്ള സർക്കാർ നീക്കമെന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു. സഭകളുടെയും NGOകളുടെയും കീഴിൽ പ്രവർത്തിക്കുന്ന സ്കൂളുകൾ, ആശുപത്രികൾ, അനാഥാലയങ്ങൾ എന്നിവ സാങ്കേതികമായ കാരണങ്ങൾ പറഞ്ഞ് സർക്കാർ ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടെന്ന് ഇവർ ഭയക്കുന്നുമുണ്ട്. സർക്കാരിൻ്റെ നയങ്ങളെ വിമർശിക്കുന്ന സംഘടനകളെ ഒതുക്കാൻ ഈ നിയമം ആയുധമാക്കപ്പെടുമെന്നാണ് പ്രധാന ആരോപണം. ഭരണഘടനാ അനുച്ഛേദം 300A ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യത്തിനും സ്വത്ത് കൈവശം വയ്ക്കാനുമുള്ള അവകാശത്തിനും എതിരാണ് ഈ ഭേദഗതിയെന്ന് CBCI പോലെയുള്ള സംഘടനകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഈ ബില്ലിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ന്യൂനപക്ഷ വിഭാഗങ്ങളെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകളെ ഒപ്പം നിർത്താൻ ശ്രമിക്കുന്ന BJPക്ക് ഈ നിയമം ഒരു വെല്ലുവിളിയാണ്. സഭകളുടെ സാമൂഹിക സേവന പ്രവർത്തനങ്ങളെ ബാധിക്കുന്ന ഈ നീക്കം വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ പ്രതിഫലിച്ചേക്കാം. എന്നാൽ സുതാര്യത ഉറപ്പാക്കാനാണ് ഈ മാറ്റങ്ങളെന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം. വിദേശ ഫണ്ട് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ നിർബന്ധിത മതപരിവർത്തനത്തിനോ ഉപയോഗിക്കുന്നില്ലെന്ന് ഉറപ്പാക്കാൻ കടുത്ത നിയന്ത്രണങ്ങൾ അനിവാര്യമാണെന്ന് സർക്കാർ ആവർത്തിക്കുന്നു. ശിക്ഷാ കാലാവധി കുറച്ചത് നിയമം കൂടുതൽ പ്രായോഗികമാക്കാനാണെന്നും സർക്കാർ വ്യക്തമാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ, വിദേശ പണത്തിൻ്റെ ഒഴുക്ക് നിയന്ത്രിക്കുക എന്നതിനപ്പുറം അത് ഉപയോഗിച്ച് സൃഷ്ടിക്കപ്പെട്ട ആസ്തികളിൽ കൂടി സർക്കാരിന് അധികാരം നൽകുന്നതാണ് പുതിയ FCRA ഭേദഗതി. കേന്ദ്ര സർക്കാർ നീക്കത്തിൽ നിന്ന് പിന്മാറണമെന്ന് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ആവശ്യപ്പെടുന്നുണ്ട്. ക്രൈസ്തവ സഭകളടക്കം വിവിധ മതസംഘടനകളും സന്നദ്ധ സംഘടനകളും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. സംസ്ഥാനത്തിൻ്റെ ആശങ്ക അറിയിച്ചും നീക്കത്തിൽ നിന്ന് പിൻവാങ്ങണമെന്നാവശ്യപ്പെട്ടും മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിരുന്നു. എന്നാൽ നീക്കത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്നും നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു അടക്കമുള്ളവർ ആവർത്തിക്കുകയാണ്.